ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം ദുബായിൽ യാഥാർത്ഥ്യമാകുകയാണ്. സ്വന്തമായി മെട്രോയും ട്രാമും പല തട്ടുകളായി ദേശീയപാതയും എല്ലാമുള്ള വിമാനത്താവളം. കാണാം ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മായക്കാഴ്ചകൾ. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം, 5 റൺവേകൾ, 70 കിലോമീറ്ററിലധികം പരന്നു കിടക്കുന്ന വിമാനത്താവളം. ഈ കാണുന്ന വിമാനത്താവളമാണ് ദുബായിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ദുബായിൽ നിലവിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിനേക്കാൾ 5 ഇരട്ടി വലിപ്പമുണ്ടാകും ഈ വിമാനത്താവളത്തിന്. ഏറ്റവും വലിയ സാങ്കേതികവിദ്യ, ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ, മഹാനഗരത്തിനുള്ളിലെ ഒരു നഗരം, ആ വിധത്തിലാണ് ഈ വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നത്. ഒരു ടെർമിനലിൽ നിന്നും മറ്റൊരു ടെർമിനലിലേക്ക് യാത്ര ചെയ്യാൻ അത്യാധുനിക സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മോണോറെയിലുണ്ട്, പല തട്ടുകളിലായിട്ടുള്ള ഹൈവേ ഉണ്ട്. അതോടൊപ്പം തന്നെ UAEയിൽ വരാൻ പോകുന്ന ഇത്തിഹാദ് റെയിലുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്ന റെയിൽവേ സംവിധാനം ഇതിനകത്തുണ്ടാകും. ഇത്തരത്തിൽ യാത്രക്കാർക്ക് ഏറ്റവും വലിയ സൗകര്യങ്ങളായിരിക്കും വിമാനത്താവളത്തിനകത്ത് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടാകുക. ലോകത്തിലെ ഏറ്റവും പരിസ്ഥിതി സൗഹൃദ വിമാനത്താവളം എന്നുകൂടി ഇതിനെ വിശേഷിപ്പിക്കാം. ആ വിധത്തിലാണ് മരങ്ങളും ചെടികളും കാടും നദികളും എല്ലാം ഉള്ള വിധത്തിലാണ് വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നത്. കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും കുറച്ചുകൊണ്ടുള്ള വിമാനത്താവളം എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട്. ബാഗേജിന്റെ കാര്യത്തിലാണെങ്കിൽ അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മണിക്കൂറിൽ 30,000-ഓളം ബാഗേജുകൾ കൈകാര്യം ചെയ്യാവുന്ന വിധത്തിലാണ് ബാഗേജിന്റെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അണ്ടർഗ്രൗണ്ട് വഴിയാണ്, അല്ലെങ്കിൽ ഭൂമിക്ക് അടിയിലൂടെ, വിമാനത്താവളത്തിന്റെ അടിയിലൂടെയാണ് ബാഗേജുകളൊക്കെ തന്നെ പാസ് ചെയ്ത് യാത്രക്കാരുടെ മുന്നിലെത്തുക. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനങ്ങളായ B747, 800, A380 തുടങ്ങിയിട്ടുള്ള വിമാനങ്ങൾക്കൊക്കെ തന്നെ വന്നിറങ്ങാവുന്ന വിധത്തിലാണ് റൺവേ ഒരുക്കുക. ഏതാണ്ട് 4.5 കിലോമീറ്ററോളം നീളം റൺവേക്കുണ്ടാകും. വർഷത്തിൽ ഏതാണ്ട് 2.5 കോടിയിലധികം, 2,60,00,000-ഓളം യാത്രക്കാരെ കൈകാര്യം ചെയ്യാവുന്ന വിധത്തിലാണ് വിമാനത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക. 12 ദശലക്ഷം ടൺ ചരക്ക് നീക്കത്തിനും വിമാനത്താവളത്തിൽ സൗകര്യങ്ങളുണ്ടാകും. ഇത്രയ്ക്ക് വലിയ വിമാനത്താവളം പൂർത്തിയാക്കാൻ ഏതാണ്ട് 128 ബില്യൺ ദിർഹത്തിന്റെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ദുബായിലെ അൽ മക്തൂം വിമാനത്താവളം നിലവിലുള്ള വിമാനത്താവളത്തിനോട് ചേർന്നാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് കഴിഞ്ഞിടയ്ക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ദുബായ് അന്താരാഷ്ട്ര എയർപോർട്ട് ഷോയിലെ അത്ഭുതങ്ങൾ ഇവിടെ തീരുന്നില്ല. വിമാനത്താവളങ്ങളുടെ നടത്തിപ്പിലും വ്യോമയാന രംഗത്തും വരും വർഷങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളും അതിനുള്ള തയ്യാറെടുപ്പും മേള പങ്കുവച്ചു. യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ ചെലവിടേണ്ടി വരുന്ന സമയം പരമാവധി കുറയ്ക്കുക എന്നതായിരുന്നു മേള മുന്നോട്ട് വെച്ച പ്രധാന ആശയം. പാസ്പോർട്ട് ചെക്കിംഗ് മുതൽ എമിഗ്രേഷൻ നടപടികളും ബാഗേജ് ക്ലിയറൻസുമടക്കം നടപടികളെല്ലാം അതിവേഗത്തിലാക്കുന്ന സാങ്കേതിക വിദ്യകൾ ഓരോ കമ്പനികളും മത്സരിച്ച് അവതരിപ്പിച്ചു. ദുബായ് താമസ കുടിയേറ്റകാര്യ വകുപ്പ് വിമാനത്താവളത്തിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെ പ്രവർത്തനങ്ങളാണ് പങ്കുവച്ചത്. 1 കോടിയിലധികം യാത്രക്കാരെത്തുന്ന വിമാനത്താവളത്തിലെ ഓരോ നിമിഷാർദ്ധത്തിന്റെയും പ്രവർത്തന രീതികൾ അവർ വിശദീകരിച്ചു. The forecasting that 4,400 passengers will come in Terminal 1. Okay, and here the waiting time. As you know, in Dubai airports we don't have too much time for the people to wait in the terminal. And here you will see how many people we want on the counter. 17 people here. സുരക്ഷാ സംവിധാനങ്ങളാണ് ഇതിനേക്കാൾ അതിശയകരം. സാധാരണ നിലയിൽ ഒരു യാത്രക്കാരൻ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നതിനും 72 മണിക്കൂർ മുൻപ് അയാളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും താമസ കുടിയേറ്റകാര്യ വകുപ്പിനും വിമാനത്താവള സുരക്ഷാ വിഭാഗത്തിനും ലഭിക്കും. ഇത് പരിശോധിച്ചാണ് അധികൃതർ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നത്. We have the passenger profile before he comes to the country, before 72 hours. So we have to check if he is good to go, or he is in the blacklisted, or maybe he have the similar name as another passenger in the blacklisted. ലോകത്തിലെ ഏത് ഭാഷയിലുള്ള സന്ദേശവും അറബിക്, ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് മാറ്റാനുള്ള സാങ്കേതിക വിദ്യയും സജ്ജം. അതുകൊണ്ട് തന്നെ യാത്രക്കാർ സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും കഴിയും. ഈ വർഷം അവസാനം വരെ എത്ര യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ എത്തുമെന്നും എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്നും GDRFA മുൻകൂട്ടി കാണുന്നുണ്ട്. We are comparing between 2021 and 2022. As you see here, the total passengers and arrivals and departure, you can see 9.7 million and departure 10 million. Yes, and here the comparison between 2021 and 2022 for arrivals and departure.
3 ദിവസങ്ങളിലായി 6000-ഓളം വിദഗ്ധർ വേൾഡ് ട്രേഡ് സെന്ററിലെ മേളയ്ക്കെത്തി. ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റും അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ചെയർമാനും എമിറേറ്റ്സ് എയർലൈൻ ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തൂം മുതൽ വ്യോമയാന രംഗത്തെ പഠിതാക്കൾ വരെ മേളയ്ക്കെത്തി. ഗ്രൗണ്ട് ഹാൻഡിലിംഗ് രംഗത്തെ പുതിയ ഉപകരണങ്ങൾ കൂടുതൽ ശ്രദ്ധ നേടി. ഇത് ടോബാർ വെഹിക്കിൾസ് ആണ്. ആക്ച്വലി ടോബാർ വെഹിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിനെ നമുക്ക് ഇപ്പോൾ റൺവേയിലേക്ക് അല്ലെങ്കിൽ ടാക്സിയിലേക്ക് പുഷ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നാട്ടിൽ പറയാം ടോബാർസ് പറയും. ഇപ്പോൾ ടോബാർസ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ടോബാർസ് ഇതിൽ കണക്ട് ചെയ്യും. ടോബാർസ് ഇതിൽ കണക്ട് ചെയ്തിട്ട് നേരെ എയർക്രാഫ്റ്റിൻ്റെ നോസ് വീലിലാണ് കണക്ട് ചെയ്യുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ആസ് എൻ എഞ്ചിനീയർ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു ഇവിടേക്ക് ഏത് സൈഡിലേക്കാണ് എയർക്രാഫ്റ്റ് നീങ്ങേണ്ടത്. ക്യാപ്റ്റൻ നമുക്ക് ആസ് എൻ എഞ്ചിനീയർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ നൽകും ഏത് ഡയറക്ഷനിലേക്കാണ് എയർക്രാഫ്റ്റ് നീങ്ങേണ്ടത്. അതേ ഡയറക്ഷനിലേക്ക് നമ്മൾ ഇവിടുത്തെ ഓപ്പറേറ്ററിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അതനുസരിച്ച് ഈ വെഹിക്കിൾ ഓപ്പറേറ്റർ എയർക്രാഫ്റ്റിനെ പുഷ് ചെയ്യുന്നു. ഇറ്റാലിയ, ഡനാട്ട തുടങ്ങിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളെല്ലാം എയർപോർട്ട് ഷോയുടെ ഭാഗമായി. ദുബായ് പോലീസും മറ്റ് സുരക്ഷാ വിഭാഗങ്ങളും പുതിയ നടപടികൾ പങ്കുവച്ചു. തുറമുഖ സുരക്ഷയുടെ കാഴ്ചകളും മേള പങ്കിട്ടു. യാത്രക്കാർക്ക് വഴി പറഞ്ഞുകൊടുത്ത് സുഹൃത്തിനെ പോലെ കൂടെ നടക്കുന്ന ട്രോളികളും ശ്രദ്ധ നേടി. എയർപോർട്ട് ഷോയുടെ പ്രധാന ആകർഷണം തുടക്കത്തിൽ പങ്കുവച്ച അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വികസന പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. 5 വർഷം കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ ലോകം ഈ വിമാനത്താവളത്തിനു മുന്നിൽ ശിരസ്സു കുനിക്കും.